ഇന്നൊന്നും മിണ്ടുന്നില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല മാഡം. അന്ന് മാഡം പറഞ്ഞത് വളരെ ശരി തന്നെയാ. അധ്യാപകരെ മുഴുവൻ കുറ്റം പറയാൻ പറ്റില്ല മാഡം. സിസ്റ്റം തന്നെ ശരിയല്ല. എൻ്റെ വീടിനടുത്തുള്ള ഒരു പയ്യൻ മാത്സിന് ഫുള്ളുണ്ട്. ബയോളജിക്ക് 60 മാർക്ക് വാങ്ങി 12th ഫെയിലായി. അപ്പോൾ അവന് BSc മാത്സിൽ അഡ്മിഷൻ കിട്ടുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ ഒരു കണക്ക് ശാസ്ത്രത്തിന്റെ കഥ കഴിഞ്ഞു. HM മാഡം, കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നവരെല്ലാം മിടുക്കന്മാരാന്ന് പറയാൻ പറ്റില്ല. നല്ലോണം മനപ്പാഠം പഠിക്കുന്നവരാണെന്ന് വേണേ പറയാം. മാഡം, എഞ്ചിനീയറിംഗ് കഴിഞ്ഞവനെ ഫുഡ് ഡെലിവറിക്ക് വിടുന്നതാണ് ഇവിടുത്തെ സിസ്റ്റം. അപ്പോൾ സിസ്റ്റം തന്നെ ഒരു പരാജയമല്ലേ മാഡം? എന്ത് പണ്ടാരോടേത് ഇംഗ്ലീഷ് എഴുതി വെച്ചിരിക്കുന്നത്? എന്താണിത്? അടുത്ത ആഴ്ചയിൽ ജില്ലാതല കായിക മത്സരങ്ങൾ നടക്കുകയല്ലേ? ശരി, അങ്ങനെ തന്നെ ചെയ്യാം. ജില്ലാതല മത്സരങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും നമ്മുടെ സ്കൂളിൻ്റെ പേര് പേപ്പറിൽ വരണം. ശരി സർ. വന്നില്ലേൽ നിങ്ങളുടെ പേരൊന്നും ടീച്ചേഴ്സ് ലിസ്റ്റിലേ കാണില്ല. ശമ്പളം വാങ്ങാൻ മാത്രമായിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട. ശരി സർ. ശരി സർ. എപ്പോ നോക്കിയാലും തീറ്റ തന്നെ തീറ്റ. വാ കൊണ്ട് ഞാൻ എക്സർസൈസ് ചെയ്യുക. ശരീരത്തിനും എക്സർസൈസ് ഇല്ല, വായിക്കെങ്കിലും ആവട്ടെ. ഞാൻ ഒരു കാലത്ത് നന്നാവില്ലടോ. കള്ളക്കണക്കുണ്ടാക്കോ അല്ലയോ? ഉണ്ടാക്ക്. സർ ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. HM സാറിനോട് വരാൻ പറഞ്ഞു. എന്തിന് അറിയില്ല സർ. സാറേ കൈ കൊടുക്ക് സാറേ. അയ്യോ കൊടുക്ക് സാറേ, തിരിച്ചു തരാന്നേ. ആളറിയാതെ വിളിച്ചു കൂട്ടിയതല്ലേ. കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ സസ്പെൻഷൻ. ചെല്ലേ, എനിക്കൊരു മുറുക്കും കൂടെ തിന്നണം. എന്താ ടീച്ചർ, എന്നെ വിളിച്ചിരുന്നു? ഇത് വാങ്ങൂ. എന്താ ടീച്ചർ, എന്താ ഇത്? വാങ്ങൂ. എന്താ മാഡം? അടുത്ത ആഴ്ച ജില്ലാതല സ്പോർട്സ് മീറ്റ് ഉണ്ട്. നിങ്ങൾക്കാണ് അതിന്റെ ചാർജ്. മാഡം, ഇദ്ദേഹം മാത്സ് ടീച്ചറാണ്, ഞാനാണ് ലാംഗ്വേജ് ടീച്ചർ. ഓ, ഓടി വേണോ അതോ PTA ഫണ്ടിൽ നിന്ന് പൈസ വേണോ? ലാംഗ്വേജ് ടീച്ചർ തന്നെ പോണോന്ന് നിയമമൊന്നുമില്ല. കഴിഞ്ഞ 6 വർഷവും ടീച്ചർ തന്നെയല്ലേ കൊണ്ടുപോയത്. നമ്മുടെ സ്കൂളിന് ഒരു പ്രൈസും കിട്ടിയില്ലല്ലോ. ഇപ്രാവശ്യം ഇദ്ദേഹം പോയി പ്രൈസ് ഒന്നും വാങ്ങിയില്ലെങ്കിലും വ്യത്യാസമൊന്നും വരില്ല. ആളെ കൂട്ടി സമരം ചെയ്യാൻ കഴിവുള്ള ആളാണ്. അത് യഥാർത്ഥത്തിലുള്ള കഴിവാണോ അതോ ഡമ്മിയാണോ എന്ന് ഇതോടെ മനസ്സിലാവും. നമുക്ക് കാണാം. ഇവിടെ PT മാസ്റ്റർ, മറ്റാരും വന്നു നിൽക്കരുത്. വന്നാൽ ഡിസ്ക്വാളിഫൈഡ് ആക്കും. മാറി നിൽക്കേ, പുറകോട്ട് പോ. കൂടുതൽ ദൂരം ചാടിയത്. ഇവിടെ ഞാൻ പറയുന്നതാണ് ഫൈനൽ. കൂടുതൽ തർക്കിക്കാൻ വന്നാൽ ഡിസ്ക്വാളിഫൈഡ് ആകും. ഔട്ട്. മാഡം, അവിടെ എന്താ നടക്കുന്നത് നോക്കി. മാഡം, ഫസ്റ്റ് കിട്ടേണ്ട ഞങ്ങൾക്കാ. അവിടെ കള്ളത്തരത്തിൽ അളവെടുക്കുന്നത്. മാഡത്തിനൊന്ന് ചോദിച്ചൂടെ? നിന്റെ ദേഷ്യം കറക്റ്റാണ്, പക്ഷെ പ്രകടിപ്പിക്കുന്ന ഇടം തെറ്റ്. സാർ, നിങ്ങളോട് 3 കാര്യങ്ങൾ ചോദിച്ചോട്ടെ? ചോദിക്കേ. നിങ്ങൾക്ക് കണ്ണ് കാണുന്നുണ്ടോ? 1, 2 തമ്മിലുള്ള വ്യത്യാസം അറിയോ? നിക്കേ, 3ാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാം. സാറിന്റെ മോന് വേറൊരിടത്ത് നിമിഷം വെച്ചാൽ സാർ സമ്മതിക്കുമോ? ഞങ്ങൾക്ക് അവകാശപ്പെട്ട വിജയം നിങ്ങൾ വേറെ ആർക്കാണ് കൊടുക്കുന്നത്? നിർത്തണം. ആരുടെ അടുത്ത് എന്താ ചോദിക്കുന്ന ബോധമുണ്ടോ? കാണിച്ചുതരാം. ഡിസ്ക്വാളിഫൈഡ് ചെയ്യുമ്പോടാ. ഏത് സ്കൂളാണ് നീയൊക്കെ? ആ സ്കൂൾ മൊത്തം ഡിസ്ക്വാളിഫൈ ചെയ്യും. ക്ലിയർ ഔട്ട്. ഔട്ട്. ഗെറ്റ് ഔട്ട്. എന്റെ ജീവിതം ഈ രാജ്യത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. ഇനിയും നമ്മുടെ സ്കൂൾ പുറത്താവൂടാ. യുവ പ്രതിഭകൾ എന്താണ് ടെൻഷൻ ആയിരിക്കുന്നത്? നിന്റെ ഹാർട്ട് ബീറ്റ് തോളിൽ വരെ കേൾക്കാമല്ലോ. തോറ്റു പോകുന്നുള്ള പേടിയുണ്ടാണ് സാർ. അപ്പൊ സൂപ്പർ അല്ലേടാ. ജയിക്കുന്നവനാണ് ഭയപ്പെടേണ്ടത്. നമ്മൾ തോക്കാൻ പോവല്ലേ, നമുക്കെന്തിനാടാ പേടി?
നിന്റെ കണ്ടന്റ് ഞാൻ മുഴുവൻ വായിച്ചു. സൂപ്പർ ആയിട്ടുണ്ട്. 10 പീസുള്ള പൊട്ടറ്റോ ചിപ്സ് 1 രൂപയ്ക്ക് കിട്ടുമോ? അത് കളർ പാക്കറ്റിലിട്ട് പരസ്യം ചെയ്ത് 10 രൂപയ്ക്കല്ലേ അവർ വിൽക്കുന്നത്. അപ്പോ കണ്ടന്റ് 10%, പ്രസന്റേഷൻ 90%, സക്സസ് 100%. നമ്മുടെ പിള്ളേരെല്ലാം കൂട്ടിക്കൊണ്ടുപോവാ.